അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന നബിയ്യനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. മതങ്ങൾ മനുഷ്യനെ ആചാരബന്ധിതനും അനുഷ്ഠാനപ്രേമിയുമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് മതങ്ങളുടെ ഇക്കാലമത്രയുമുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുത. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വളരെ പ്രധാനപ്പെട്ടത് തന്നെ. പക്ഷേ ഒരു മനുഷ്യൻ്റെ മതപരമായ ബാധ്യത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമാണ് എന്ന് തോന്നുന്ന വിധത്തിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇസ്ലാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോക്കൂ, ഇപ്പോൾ റമദാൻ മാസം വന്നു. മുഴുവൻ കാര്യങ്ങളിൽ നിന്നും അവനെ വിടുതൽ വാങ്ങിച്ച് പൂർണ്ണമായ ആരാധനകളിൽ മുഴുകി ജീവിക്കാനുള്ള ആഹ്വാനമാണ് പള്ളികളിൽ നിന്നും പ്രഭാഷണങ്ങളിൽ നിന്നുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നോമ്പെടുക്കുന്നു, അത് ഖുർആനിൻ്റെ ആജ്ഞയാണ്. അതുകൂടാതെ 1000 തരം ആരാധനകൾ. ഇനിയിപ്പോൾ അവസാനത്തെ 10 വരുമ്പോഴേക്കും എത്തിക്കാഫ് എന്ന് പറഞ്ഞ് പള്ളികളിലേക്ക് ആളുകൾ തടിച്ചുകൂടും, സ്ത്രീകളും പുരുഷന്മാരുമായിട്ട്. പിന്നെ ലൈലത്തുൽ ഖദർ വരാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. ഇങ്ങനെ ഓഫറുകളാണ്. ഈ സീസണുകളിൽ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലുമൊക്കെ ഓഫർ കൊടുക്കുന്നത് പോലെ ഓഫറുകളാണ്. മൊത്തത്തിൽ നിങ്ങൾക്ക് പുറത്തു തരാം, നിങ്ങൾക്ക് സ്വർഗം നേർക്കുനേരെ തരാം എന്നൊക്കെ പറഞ്ഞ് ഓഫറുകൾ കൊടുത്ത് മനുഷ്യനെ അനുഷ്ഠാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ. ഞാനിത് പറയുന്നത് അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനല്ല, മറിച്ച് എന്താണ് മനുഷ്യൻ്റെ ബാധ്യത, എന്താണ് മനുഷ്യൻ്റെ ഡ്യൂട്ടി. ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴല്ലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. എന്തിനാണ് മനുഷ്യനെ അള്ളാഹു ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത്? അതിന് ഖുർആൻ നൽകുന്ന അല്ലെങ്കിൽ വേദങ്ങൾ നൽകുന്ന ഉത്തരം എന്താണ്? എന്താണ് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ പർപ്പസ്? ഈ ഒരു അന്വേഷണത്തിൽ നിന്നാണ് നാം ഇന്ന് മതങ്ങൾ പറയുന്ന അധ്യാപനങ്ങളുടെ പൊള്ളത്തരങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടത്. മനുഷ്യൻ്റെ നിയോഗവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്ന ഒരു വചനം നമുക്കൊക്കെ അറിയാവുന്നതാണ്. വൈദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലു വതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. അല്ലാഹു മാലാഖമാരോട് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ ഒരു പ്രജയെ നിശ്ചയിക്കാൻ പോകുന്നു, അത് ഇവനാണ് എന്ന് പറഞ്ഞ് മനുഷ്യനെ കാണിച്ചു കൊടുത്തപ്പോൾ ഈ മാലാഖമാർ ചോദിച്ചു, അല്ല ഇവരെയാണോ രക്തം ചിന്തുകയും ഒക്കെ ചെയ്യുന്ന ഈ മനുഷ്യരെയാണോ നീ പ്രജയായി നിശ്ചയിക്കുന്നത്? ആരാധനകളൊക്കെ അനുഷ്ഠിക്കാൻ ഞങ്ങളുണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. ഇതാണ് ഇവിടെ നോക്കൂ, ആരാധനകളൊക്കെ നിർവഹിക്കാൻ ഞങ്ങളുണ്ടല്ലോ എന്ന് മലക്കുകൾ പറയുന്നുണ്ട്. അപ്പോൾ പർപ്പസ് അതല്ല എന്നല്ലേ മനസ്സിലാക്കുന്നത്. നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക, നിന്നെ വാഴ്ത്താനും നിനക്കുള്ള കീർത്തനങ്ങൾ അർപ്പിക്കാനും നിന്നെ ആരാധിക്കാനും നിന്നെ അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനൊക്കെ ഞങ്ങളിവിടെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് നീ ഈ ഒരു വിഭാഗത്തെ നീ ഇങ്ങനെ പ്രജയായി നിശ്ചയിക്കുന്നത്? അവരാകട്ടെ പ്രശ്നക്കാരാണ്, രക്തം ചിന്തുന്നു, കലാപം ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ അവർക്ക് ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളവരാണല്ലോ അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്തിനാണ് നീ ഇവരെ സൃഷ്ടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, എനിക്ക് നിങ്ങൾക്കറിയാത്ത പലതും അറിയാം. ഈ ഒരു മറുപടിയിലാണ് മനുഷ്യൻ്റെ ഭാഗധേയം ഇരിക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം പറയുന്നുണ്ട്, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ആദമിന് ജ്ഞാനം നൽകി. സുമ്മ അറദഹും അലൽ മലായിക, എന്നിട്ട് മലാഖമാരുടെ മുന്നിൽ കുറേ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പറഞ്ഞു, അംബിഊനി ബി അസ്മാഇ ഹൗലാഇ ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ ഇവയൊക്കെ കുറിച്ച് എനിക്ക് വിശദീകരിച്ച് തരും. ഖാലു അവർ പറഞ്ഞു, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നിനക്ക് നീ ഞങ്ങളെ പഠിപ്പിച്ചതേ ഞങ്ങൾക്കറിയാവൂ. അപ്പോൾ ആദമിനോട് പറയാൻ പറഞ്ഞു. ആദം പറഞ്ഞു, അപ്പോൾ എന്താണ്? പഠിപ്പിച്ചതിനപ്പുറം പഠിക്കാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ട്. ഇതാണ് മനുഷ്യൻ്റെ പർപ്പസ്. പഠിപ്പിച്ചതിനപ്പുറം പഠിക്കാനുള്ള, ധരിച്ചതിനപ്പുറം അറിയാനുള്ള, കണ്ടതിനപ്പുറം കാണാനുള്ള, കാഴ്ചക്കപ്പുറം കാണാനുള്ള ഒരു കഴിവ് മനുഷ്യനുണ്ട്. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത, അതാണ് മനുഷ്യൻ്റെ മഹത്വം. എന്ന് വെച്ചാൽ തൻ്റെയും ഈ പ്രപഞ്ചത്തിൻ്റെയും ഭാവിയെ നിശ്ചയിക്കാനും അതിനെ
പരുവപ്പെടുത്താനുമുള്ള ബാധ്യതയാണ് മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടുള്ളത്. ദൈവിക വൃത്തിയാണ് മനുഷ്യൻ്റെ ധർമ്മം. ദൈവിക വൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കലാണ്. ഈ നിർമ്മാണം മനുഷ്യൻ്റെ ധർമ്മമാണ്. ഭാവിയെ സൃഷ്ടിക്കാൻ, ഭാവിയെ വിധിക്കാൻ, ഭാവിയെ നിശ്ചയിക്കാൻ, എന്നിട്ട് നിരന്തരമായി അതിനെ മാറ്റി പണിതുകൊണ്ടേയിരിക്കുക. ഇതാണ് മനുഷ്യൻ്റെ ധർമ്മം. എന്ന് വെച്ചാൽ പഠിക്കുക, അന്വേഷിക്കുക, അറിയുക, ഗവേഷണം ചെയ്യുക, വീണ്ടും പഠിക്കുക, പുരോഗതി പ്രാപിക്കുക, ഇങ്ങനെ നിരന്തരമായി പുരോഗതിയിലേക്ക് മനുഷ്യൻ ഈ സമൂഹത്തെ മൊത്തം, പ്രപഞ്ചത്തെ മുഴുവൻ നയിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ധർമ്മം. മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ വേറൊന്നും സംഭവിക്കില്ല. പക്ഷേ എവിടെയായിരുന്നോ പ്രപഞ്ചം തുടങ്ങിയത് അവിടെയാണ് ഇന്നും ഉണ്ടാവുക. 1 കോടി വർഷം മുമ്പ് ഈ പ്രപഞ്ചം ഉണ്ടായിരുന്നിടത്ത് ഇന്നും പ്രപഞ്ചം ഉണ്ടാകും. ഒരു മാറ്റം ഉണ്ടാവില്ല. ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഖലീഫ എന്ന അർത്ഥത്തിൽ മനുഷ്യനെ ഇങ്ങോട്ട് നിശ്ചയിച്ചതിന് ശേഷമാണ്. അവൻ നിരന്തരമായി അന്വേഷിക്കുന്നു, പുതിയ ആവശ്യങ്ങൾ ഉണ്ടാക്കുന്നു, ആവശ്യങ്ങൾ നിവർത്തിക്കാനുള്ള വഴികൾ കണ്ടെത്തുന്നു, വീണ്ടും അന്വേഷിക്കുന്നു, മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർക്ക് മാത്രമേ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴികൾ കണ്ടെത്താൻ കഴിയുള്ളൂ. ഒരു മൃഗം ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ പരിഹാരം ആവശ്യമില്ല. മാലാഖമാർ പറഞ്ഞത് എന്താണ്? എന്തിനാണ് ഇവരെ സൃഷ്ടിക്കുന്നത്? പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരല്ലേ. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരവും അവൻ കണ്ടെത്തും. ഇതാണ് ദൈവത്തിൻ്റെ മറുപടി, അള്ളാഹുവിൻ്റെ സൃഷ്ടാവിൻ്റെ മറുപടി അതാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഉദ്ദേശ്യം, മനുഷ്യൻ ഈ ലോകത്ത് നിർവഹിക്കേണ്ടത്, മനുഷ്യൻ്റെ ലക്ഷ്യം നിരന്തരമായി ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണുകയും ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവൻ്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഒരുപാട് അനുഷ്ഠാനങ്ങൾ കൊണ്ട് നിറച്ച് ഈ ഭൂമി ലോകത്തെ അനുഷ്ഠാനങ്ങളുടെ ഒരു ലോകമാക്കി മാറ്റാനല്ല. അനുഷ്ഠാനങ്ങൾ വേണം, അത് വ്യക്തി ശുദ്ധീകരണത്തിന് നല്ലതാണ്. അത് ഏത് അനുഷ്ഠാനങ്ങളും അങ്ങനെയാണ്. നിങ്ങൾ പള്ളിയിൽ പോയാലും, നിങ്ങൾ ചർച്ചിൽ പോയാലും, നിങ്ങൾ സിനഗോഗിൽ പോയാലും ഒക്കെ നിർവഹിക്കുന്നത് സ്വന്തത്തെക്കുറിച്ചുള്ള ഒരു വിചാരമുണ്ടാവുകയും ആത്മവിചാരമുണ്ടാവുകയും അവിടെ ശുദ്ധീകരണം സംഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നല്ലത്. പക്ഷേ അതല്ല മനുഷ്യൻ്റെ ധർമ്മം. അതിനുവേണ്ടിയല്ല നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. മറിച്ച് നിരന്തരമായ അന്വേഷണം. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ലാ യുഗയ്യിറുല്ലാഹു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. സ്വയം മാറാൻ സന്നദ്ധരല്ലാതെ അള്ളാഹു മാറ്റുകയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മൾ പറയും കണ്ണുകൂടി നിർത്തുന്നതിനെക്കുറിച്ച്, അതുപോലെ എന്താണ് നിസ്കാരം ഒഴിവാക്കാതിരിക്കുന്നതിനെക്കുറിച്ച്, ഇങ്ങനെയൊക്കെ. അതൊക്കെ നല്ലതാണ്. മനുഷ്യൻ മദ്യപാനം നിർത്തുക എന്ന് പറയുന്നത് നല്ല സ്വഭാവമാണ്. മദ്യപാനം നിർത്തണം. അതുപോലെ മനുഷ്യൻ നിസ്കാരം തുടങ്ങണം, നോമ്പ് ഉണ്ടാകണം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടതല്ല ആയത്ത്. മറിച്ച് നിങ്ങൾ ഇന്നുള്ള അവസ്ഥ പോരാ എന്ന് നിങ്ങൾക്ക് തോന്നിയാലേ അള്ളാഹു നാളെ മാറ്റിത്തരുള്ളൂ. ഇന്നുള്ള അവസ്ഥ പോരാ, ഇതിനേക്കാൾ എനിക്ക് നാളെ മെച്ചപ്പെടണം, ഇതിനേക്കാൾ മെച്ചമുള്ളൊരവസ്ഥ ഉണ്ടാകണം. ലോകത്തെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണും, അതാണ് മാറ്റം. ലോകത്തെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണും. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച്, നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച്, നിങ്ങളുടെ ഈ സമൂഹത്തെക്കുറിച്ച് നിങ്ങൾ നിരന്തരമായി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമോ? ലാ യുഗയ്യിറുല്ലാഹു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. നിങ്ങൾ സ്വപ്നം കാണാതെ അള്ളാഹു ഉണ്ടാക്കി തരില്ല. നിങ്ങൾ മാറുന്നതിന് വേണ്ടി ശ്രമിക്കണം, കൊതിക്കണം, എന്നിട്ട് ആ വഴിയെ നിങ്ങൾ സഞ്ചരിക്കണം. അപ്പോഴാണ് അള്ളാഹു മാറ്റുക. അല്ലാതെ നിങ്ങൾ ഇരുന്നിടത്തിരിക്കുകയും എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് പരാതി പറയുകയും ചെയ്തിട്ടൊരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എന്തിനാണ് അള്ളാഹു സൃഷ്ടിച്ചത്? നിരന്തരമായി മാറിക്കൊണ്ടിരിക്കാൻ, നിരന്തരമായി മാറ്റിക്കൊണ്ടിരിക്കാൻ. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ മാറ്റുവതി നിങ്ങളെത്താൻ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ നിരന്തരമായി മാറുക എന്നുള്ളത്, ചട്ടങ്ങളെ മാറ്റുക എന്നുള്ളത്, ഇത് മതത്തിനും ബാധകമാണ്. മാറ്റമെന്ന് പറയുന്നത് സമൂഹത്തെ മൊത്തം ഗ്രസിക്കുന്ന ഒരു സംഗതിയാണ്. അത് മതത്തിനും ബാധകമാണ്. മതവും മാറണം. മാറാത്തത് ഈ ലോകത്ത് പറ്റുകയില്ല, ഈ ലോകത്തിന് ചേരുകയില്ല. അതുകൊണ്ടാണ് തഗ്യീർ എന്ന പദം അള്ളാഹു ഉപയോഗിച്ചത്. മാറുക എന്നുള്ളത് മൊത്തം എല്ലാറ്റിനെയും, ഏതെങ്കിലും ഒരു സംഗതി മാത്രം മാറുകയില്ല. ഇപ്പം മാറൂല എന്ന് പറയുന്ന മതവും മാറിയിട്ടില്ലേ? കാലങ്ങളായിട്ട് നമ്മൾ മാറുന്നത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? എന്തൊക്കെ കാര്യങ്ങളിൽ മതങ്ങൾ മാറി. ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാരെ സഭ കൊന്നില്ലേ? എന്തായിരുന്നു കാരണം? ശാസ്ത്ര സത്യം പറഞ്ഞു എന്നുള്ള കാരണത്താൽ. പിന്നീട് ശാസ്ത്രത്തിൻ്റെ വക്താക്കളായില്ലേ? ഇത് മതത്തിൽ വരുന്ന മാറ്റമല്ലേ? ഇസ്ലാമിൻ്റെ കാര്യം നോക്കൂ നിങ്ങൾ. പാൻ്റ് ഇടാൻ പാടുണ്ടായിരുന്നു ഒരു കാലത്ത്, മുടി വെക്കാൻ പാടുണ്ടായിരുന്നോ? ചോക്ക് കൊണ്ട് ഖുർആൻ എഴുതാൻ പാടുണ്ടായിരുന്നോ? സ്ത്രീകൾക്ക് പഠിക്കാൻ പാടുണ്ടായിരുന്നോ? ഇപ്പോൾ സ്ത്രീകൾക്ക് സ്വന്തമായി കോളേജുകളില്ലേ? സ്ത്രീകളാൽ നിയന്ത്രിക്കപ്പെടുന്ന സ്ത്രീകളുടെ കോളേജില്ലേ? അവർ ഫോട്ടോഗ്രാഫി പഠിക്കുന്നില്ലേ? വീഡിയോഗ്രാഫി പഠിക്കുന്നില്ലേ? ഇപ്പോൾ ജിബ്രീൽ ഇറങ്ങി പറഞ്ഞൊന്നുമല്ലല്ലോ. മാറ്റം അനിവാര്യമാണ്, മാറിക്കൊണ്ടേയിരിക്കും. ഈ മാറ്റം സ്വാഗതാർഹവുമാണ്. എന്നിട്ട് നമ്മൾ പറയും മാറില്ല എന്ന്, മാറാൻ പറ്റൂല, മാറ്റാൻ പറ്റൂല എന്ന് നമ്മൾ പറയും. പക്ഷേ മാറണം. പക്ഷേ ഇത് ബോധപൂർവമുള്ള ഒരു പ്രക്രിയയായി തീരണം. എന്തുകൊണ്ടാണ് മതത്തിൽ ഈ പ്രശ്നം എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഈ മാറ്റങ്ങളൊന്നും ബോധപൂർവമല്ല എന്നുള്ളതാണ്. പലവിധ സമ്മർദ്ദങ്ങളാലായിത്തീരുന്നതാണ്. അങ്ങനെയല്ല, ബോധപൂർവം മാറ്റങ്ങൾക്ക് എവിടെയാണ് ശാസ്ത്രവും മതവും തമ്മിലുള്ള പ്രശ്നം? ശാസ്ത്രം മാറാൻ സർവ്വഥാ സന്നദ്ധമായി ഇങ്ങനെ നിന്നു കൊടുക്കുന്ന ഒരു സംവിധാനമാണ്.
അത് മാറിക്കൊണ്ടേയിരിക്കും. മാറുമെന്ന് അഭിമാനത്തോടെ പറയും. മതങ്ങൾ മാറുമെന്നൊരിക്കലും പറയില്ല, മാറില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ടോ അബോധപൂർവമായി മാറിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും പലവിധ സമ്മർദ്ദങ്ങളാൽ. ആ അപകർഷതാബോധത്തിൽ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളുടെ കിതാബിൽ അതുണ്ട്, ഞങ്ങളുടെ വേദത്തിൽ ഇതുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾ നോക്കൂ, ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റം വിദ്യാഭ്യാസ മേഖലകളിലൊക്കെയും വേദിക് എന്ന പ്രയോഗം വന്നുകൊണ്ടിരിക്കുകയാണ്. വേദിക് മാത്തമാറ്റിക്സ്. നിങ്ങൾ വേദിക് മാത്തമാറ്റിക്സ് എന്ന പേരിൽ നിങ്ങളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫണ്ട് ലഭിക്കും ഔദ്യോഗികമായിട്ട്. വേദിക് എന്ന് പറയണം. എന്താ സംഭവം? മാറാൻ സന്നദ്ധമല്ലാത്ത ഒരു മനസ്സുമായി മുന്നോട്ട് വരികയും എന്നാൽ ഈ മാറ്റങ്ങളൊക്കെ തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന വിരുദ്ധ സ്വഭാവത്തിലുള്ള ഒരു സംവിധാനത്തിൻ്റെ ഒരു പ്രകടനമാണത്. വേദിക് മാത്തമാറ്റിക്സ്, വേദിക് സയൻസ് എന്നൊക്കെ പറയും. ഇത് പരസ്പരം ചേരാത്ത ഒന്നാണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ മതം ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന പൊട്ടിത്തെറികൾ യഥാർത്ഥത്തിൽ ഈ മനുഷ്യകുലത്തെ ആകമാനം ഗ്രസിച്ചിരിക്കുന്നു. മതം ചെയ്യേണ്ടത്, മതത്തിൻ്റെ പണ്ഡിതന്മാർ ചെയ്യേണ്ടത് മാറാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പറയലാണ്. മാറാൻ ഞങ്ങൾ സന്നദ്ധരാണ്. മാറാനുള്ള മെക്കാനിസം മതത്തിനകത്തിനുണ്ട്, ഖുർആനിലുണ്ട്. മാറാനുള്ള മെക്കാനിസമുണ്ട്. അതിനാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. ഇജ്തിഹാദ് എന്ന് പറയുന്നത് ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും സ്വയം നവീകരിക്കാനുമുള്ള മെക്കാനിസത്തിൻ്റെ പേരാണ്. അത് നിരന്തരമായി മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് വേണ്ടത് കുറേ മുസ്ലിയാക്കന്മാരല്ല, മുല്ലമാരല്ല, സ്വാമിമാരും പൂജാരിമാരും മതം പറയുന്ന അച്ഛന്മാരുമല്ല. പിന്നെ വേണ്ടത് എന്താണ്? മനുഷ്യ സമൂഹത്തെ മാറ്റിപ്പണിയാൻ കെൽപ്പുള്ള ധിഷണാശാലികളാണ് ആവശ്യം. മനുഷ്യ സമൂഹത്തെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ഭാവനാസമ്പന്നരായ ആളുകളാണ് ആവശ്യം. അവർ മുസ്ലിയാക്കന്മാരായിക്കോട്ടൊരു കുഴപ്പമില്ല. സ്വർഗത്തെക്കുറിച്ചുള്ള സ്വപ്നമല്ല, സ്വർഗത്തെക്കുറിച്ച് സ്വപ്നം കാണാനും അതിനെ വിശദീകരിക്കാനുമല്ല. സ്വർഗത്തെക്കുറിച്ച് വിശ്വാസികൾക്കിൻ്റെ ഉള്ളിൽ ഒരു സ്വപ്നമുണ്ട്, അതവിടെ നോട്ടെ. അതിന് നിങ്ങൾ പർവ്വതീകരിക്കണ്ട. നിങ്ങളുടെ ഈ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പഠിപ്പിക്കൂ. നാളെ സമ്പന്നമായ ഒരു ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പഠിപ്പിക്കൂ. അതിലേക്ക് മനുഷ്യർ വളരട്ടെ. അതാണ് മദ്രസകളിൽ നിന്ന് കിട്ടേണ്ടത്, അതാണ് പാഠശാലകളിൽ നിന്ന് കിട്ടേണ്ടത്. അങ്ങനെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും അതിലേക്ക് പ്രയാണം നടത്തുകയും ചെയ്യുന്ന മനുഷ്യരെ സൃഷ്ടിക്കുകയായിരുന്നു ഖിലാഫത്തിലൂടെ അള്ളാഹു നൽകിയത്. അതാണ് പ്രജായത്വം എന്ന് പറയുന്നത്. അങ്ങനെയാണ് മനുഷ്യൻ മുന്നോട്ട് പോകേണ്ടത്. പുരോഗതിയിലേക്കുള്ള യാത്രയാണ്, നിന്നിടത്ത് നിൽക്കലല്ല. ഈ തൗബ ചെയ്യുക എന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ? അള്ളാഹുവെ ഞാൻ തെറ്റ് ചെയ്തു പോയി പുറത്തു തരണം എന്ന് പറയൽ മാത്രമല്ല, മറിച്ച് എനിക്ക് ഇന്നുള്ള അവസ്ഥ മാറണമെന്ന ആഗ്രഹത്തിൻ്റെ പേരാണ് തൗബ. ഇന്നുള്ള അവസ്ഥ മാറണമെന്ന ആഗ്രഹത്തിൻ്റെ പേരാണ്. അതാണ് പ്രവാചകൻ പറഞ്ഞത്, ഞാൻ 70 പ്രാവശ്യം തൗബ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ 70 പ്രാവശ്യം സ്വപ്നം കാണാറുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. ഈ അവസ്ഥ മാറണമെന്ന സ്വപ്നമാണത്. ആ സ്വപ്നമാണ് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞത്, വല്ലാഹി ല യുത്തിമ്മന്നല്ലാഹു ഹാദല്ലം ഹത്താ യസീറ അൽ-റാകിബു മിൻ സൻആ ഇലാ ഹദറമൂത്ത് ലാ യഖാഫു ഇല്ലല്ലാഹു വദ്ദീബ അലാ ഗനമിഹി. പ്രവാചകൻ പറഞ്ഞു, ഇത് പുലരും. ഏതൊരു പെൺകുട്ടിക്കും ഏത് പാതിരാത്രിയിലും നടക്കാവുന്ന സഞ്ചാര സ്വാതന്ത്ര്യം കിട്ടുന്ന അന്തരീക്ഷത്തിലേക്ക് ഈ സത്യസന്ദേശം അല്ലെങ്കിൽ ഈ സത്യദർശനം പുലരും. ഇതൊരു സ്വപ്നമാണ്. ഇതാണ് പ്രവാചകൻ്റെ തൗബ. ഇന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി മറ്റൊരവസ്ഥ ഉണ്ടാകുന്നതിനെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹത്തിൻ്റെ പേരാണല്ലോ തൗബ എന്ന് പറയുന്നത്. ഞാൻ തൗബയുടെ പാപമോചനത്തിൻ്റെ അല്ലെങ്കിൽ പശ്ചാത്താപത്തിൻ്റെ വശത്തെ നിരാകരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഇങ്ങനൊരു ആഗ്രഹം കൂടി തൗബയ്ക്കുണ്ടെന്ന് പറയുകയാണ്. ഇങ്ങനെ ഒരു തലം കൂടി തൗബയ്ക്കുണ്ട്. അതാണ് വേണ്ടത്. അപ്പോൾ മനുഷ്യൻ ഒരു അനുഷ്ഠാന ജീവിയാക്കുകയല്ല, മറിച്ച് ഒരു മനുഷ്യനൊരു സ്വപ്നജീവിയാക്കുകയാണ്. നമുക്ക് അത്രേ നമ്മുടെ കയ്യിലുള്ളൂ. ഇക്ബാൽ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? നമ്മുടെ ചുറ്റുപാട് നമുക്ക് നൽകിയ കുറേ നിഗമനങ്ങൾ. ആ നിഗമനങ്ങളെന്ന ആയുധവും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ യാത്രയൊക്കെ നടത്തുന്നത്. അങ്ങനെ യാത്ര നടത്തിയ ആളാണ് ഐൻസ്റ്റീൻ, അങ്ങനെ യാത്ര നടത്തിയ ആളാണ് ന്യൂട്ടൺ, അങ്ങനെ യാത്ര നടത്തിയ ആളാണ് അബ്ദുൽ കലാം. ആ യാത്രയിലൂടെ അവരെന്തൊക്കെ നേടി? ഇത് നേടിക്കൊണ്ടേ ഇരിക്കാൻ നമുക്ക് കഴിയണം നിരന്തരമായ. അപ്പോൾ പള്ളികളെന്ന് പറയുന്നത് ഒരു അന്വേഷണശാലകളായിരിക്കണം, അന്വേഷണ കേന്ദ്രങ്ങളായിരിക്കണം. മദ്രസകൾ അങ്ങനെയായിരിക്കണം. മനുഷ്യനെ ഭീതിപ്പെടുത്തി ഭയപ്പെടുത്തി മാറ്റി നിർത്തി അനുഷ്ഠാന ജീവിയാക്കുന്നതിന് പകരം സ്വപ്നം കാണാനുള്ള കണ്ണുകൾ നൽകുകയും അവനെ വിശാലമായ പ്രപഞ്ചത്തിലേക്ക് പറക്കാനുള്ള ചിറകുകൾ നൽകുകയും ചെയ്യുന്ന കേന്ദ്രങ്ങളായിരിക്കണം പള്ളികളും മദ്രസകളും സംവിധാനങ്ങളും. ഇതിനാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. ഹനീഫ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്, ദൈവിക വൃത്തി ചെയ്യുന്നവരായി തീരുക. ഇക്ബാൽ അതിനെ ആവിഷ്കരിച്ചു. ദൈവമേ, നീ കല്ല് സൃഷ്ടിച്ചു, ഞങ്ങൾ കണ്ണാടി സൃഷ്ടിച്ചു. നീ മണ്ണ് സൃഷ്ടിച്ചു, ഞങ്ങൾ മൺപാത്രം സൃഷ്ടിച്ചു. ദൈവവും സൃഷ്ടാവാണ്, നമ്മളും സൃഷ്ടാവാണ്. ദൈവത്തിൻ്റെ സൃഷ്ടി പദ്ധതിയെ തുടർത്തലാണ് നമ്മുടെ പദ്ധതി. ദൈവം കല്ല് സൃഷ്ടിച്ചപ്പോൾ ആ കല്ലിൽ നിന്ന് കണ്ണാടി ഉണ്ടാക്കുന്നവൻ മനുഷ്യൻ. ഇതാണ് ഖിലാഫത്ത്.
ദൈവം മണ്ണ് സൃഷ്ടിച്ചപ്പോൾ ആ മണ്ണിൽ നിന്ന് മൺപാത്രവും ശില്പവും ഉണ്ടാക്കുന്നവൻ മനുഷ്യൻ. ഇതാണ് മനുഷ്യൻ്റെ ഖിലാഫത്ത്. ഈ ഖിലാഫത്ത് മറന്നു പോകുന്നിടത്ത് മനുഷ്യൻ പരാജയപ്പെടും, മാനവകുലം പരാജയപ്പെടും. അതൊരു മതമാണെങ്കിൽ ആ മതം പരാജയപ്പെടും. ദൈവിക വൃത്തികൾ തുടർന്നു കൊണ്ടുപോകാൻ ശേഷിയുള്ള ഒരു ജന്മമാണ് മനുഷ്യൻ്റേത്. സകല സിദ്ധിയും നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൈകളാണ്, ദൈവത്തിൻ്റെ കണ്ണുകളാണ്, ദൈവത്തിൻ്റെ തലയാണ്. അതാണ് ബൈബിൾ പറഞ്ഞത്, മനുഷ്യനെ നാം നമ്മുടെ സ്വരൂപത്തിൽ, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചുവെന്ന്. ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ് നമുക്കുള്ളത്. ആ സിദ്ധിവിശേഷമുണ്ട്. അനന്തമായ ഇൻഫിനിറ്റി, അനന്തമായ ശേഷി, അനന്തമായ സാധ്യത. ഈ സാധ്യതയെ ഒരു മതാനുഷ്ഠാന സാധ്യതകളിലേക്ക് മാത്രം ചുരുക്കുകയാണ് ദയനീയമെന്ന് പറയട്ടെ നമ്മുടെ മതങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല ചെയ്യേണ്ടത്. മറിച്ച് മനുഷ്യനെ ആകാശത്തിലേക്ക് പറത്തിവിടുക. അവൻ വളരട്ടെ, ഈ പ്രപഞ്ചത്തോളം വളരട്ടെ. അങ്ങനെ പ്രപഞ്ചത്തോളം വളരുമ്പോഴാണ് ദൈവത്തിൽ പുഞ്ചിരി ഉണ്ടാവുക. ദൈവം പുഞ്ചിരിക്കണമെങ്കിൽ മനുഷ്യൻ വളരണം. പള്ളികൾ നിറയുമ്പോഴല്ല ദൈവം പുഞ്ചിരിക്കുന്നത്, അമ്പലങ്ങളും ചർച്ചകളും നിറയുമ്പോഴല്ല ദൈവം പുഞ്ചിരിക്കുന്നത്. മറിച്ച് മനുഷ്യൻ പ്രപഞ്ചത്തോളം വളരുമ്പോഴാണ്. അങ്ങനെ വളരാനുള്ള സ്വപ്നമാണ് മനുഷ്യനെ മതങ്ങൾ പഠിപ്പിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖൂൽ ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അൽഅദീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈനി മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദിൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈനി സാഹിബിൽ ഹറമൈനി വബിനി ദബീഹൈൻ സയ്യിദിനാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി. ആദരണീയരായ സഹോദരങ്ങളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. ഖുർആൻ വായിച്ചു നോക്കൂ. ഇത് ഖുർആനിൻ്റെ മാസമാണല്ലോ. ഖുർആൻ വായിച്ചു നോക്കൂ. ഖുർആനിൽ സമൂലം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നിഗൂഢമായി കിടക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണ്. ഖുർആൻ ഒരു മതഗ്രന്ഥമല്ല. ഇത് എന്നോട് ആദ്യം പറഞ്ഞത് ഒരു നിത്യചൈതന്യതയാണ്. ഒരു ഖുതുബയിൽ ഇത് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. ഒരു മതപുസ്തകം എന്ന നിലയിൽ ഖുർആനിനെ വായിക്കുകയും മതനിയമങ്ങൾ ഖുർആനിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മതപഠിതാവിനോട് ഗുരു നിത്യചൈതന്യേതി എന്ന് പറയുന്ന ശ്രീനാരായണ പാരമ്പര്യത്തിലുള്ള ഒരു ഗുരു പറഞ്ഞത്, നീ ആ വേദത്തെ വായിക്കേണ്ടത് ആത്മവേദം എന്ന നിലക്കാണ്. ദൈവത്തിന് നിന്നോട് എന്തൊക്കെയോ സ്വകാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് മതവേദം എന്ന നിലക്ക് നീ ആ പുസ്തകത്തെ വായിക്കരുത്, വായിച്ചാൽ നീ പരാജയപ്പെടും. ഈ ഒരു ഉപദേശത്തിൽ നിന്നാണ് ഖുർആനിനെ വായിക്കാൻ തുടങ്ങിയത്. ദൈവത്തിൻ്റെ സ്വകാര്യം പറച്ചിലുകളായി, രഹസ്യം പറച്ചിലുകളായി അത് നമുക്ക് അനുഭവപ്പെടും. ഖുർആനിൻ്റെ ഒന്നാമത്തെ വചനം മുതൽ അവസാനത്തെ വചനം വരെ ഈ പ്രപഞ്ചത്തിൽ ദൈവം നിറച്ചു വെച്ചിട്ടുള്ള നിഗൂഢതകളിലേക്കുള്ള സൂചനകളാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിഅത് ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ നിഗൂഢതകൾ, ഈ പ്രപഞ്ചത്തിൻ്റെ, ഒട്ടകത്തിൻ്റെ, ആകാശത്തിൻ്റെ, ഭൂമിയുടെ, ഇതിനകത്തിരിക്കുന്ന നിഗൂഢതകളിലേക്കുള്ള നിരന്തരമായ സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും നാം ഈ വേദത്തെ ഒരു മതപുസ്തകമെന്ന നിലക്ക് നിരന്തരമായി പാരായണം ചെയ്ത് കൂലി ആഗ്രഹിക്കുന്നു എന്നുള്ളത്. ഖുർആൻ ഓതാനുള്ളതല്ല. ഖുർആൻ ഓതിയാൽ കൂലിയുമില്ല. കൂലി എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു സംഗതിയല്ല. അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധം ഒരു കൂലി തൊഴിലാളിയും കൂലി കൊടുക്കുന്ന മുതലാളിയും തമ്മിലുള്ള ബന്ധമല്ല. സ്രഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധമാണ്. ഇത് വേർതിരിക്കാൻ കഴിയാത്ത ബന്ധമാണ്. ഖുർആൻ ഓതാനുള്ളതേ അല്ല, അത് ഓതാനുള്ളതാണെന്ന് ആരൊക്കെയോ പറഞ്ഞു, ഹദീസുകളിൽ എഴുതി വെച്ചു. ഖുർആൻ ഓതാനുള്ളതാണെന്ന് ഖുർആനിൽ നിന്ന് കിട്ടുമോ? ഓത്ത് എന്ന പ്രയോഗം എവിടെ നിന്നുണ്ടായതാണ്? ഓതാനുള്ളതല്ല, അത് വായിക്കാനുള്ളതാണ്. വായന എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു പുസ്തകം ലോകത്തിന്നേ വരെ അർത്ഥമറിയാതെ വായിക്കാൻ ഒരു പുസ്തകം ആരെങ്കിലും നിർദ്ദേശിച്ചിട്ടുണ്ടോ? ഷേക്സ്പിയറുടെ ഒരു പുസ്തകം അർത്ഥമറിയാതെ ഒരു കുട്ടിയോട് വായിക്കാൻ ആരെങ്കിലും പറയുമോ? വായന എന്ന് പറയുന്നത് ഗ്രഹിച്ച് വായിക്കുന്നതിനാണ് വായന എന്ന് പറയുന്നത്. അങ്ങനെ വായിക്കാനുള്ളതാണ്, ഗ്രഹിക്കാനുള്ളതാണ്, പഠിക്കാനുള്ളതാണ്, എന്നിട്ട് അതിലൂടെ സഞ്ചരിക്കാനുള്ളതാണ്. ഒരു മതജീവിയാകാനല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് കണ്ണു തുറക്കാൻ നമ്മെ നിരന്തരമായി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഖുർആൻ. ഈ ഖുർആനിൻ്റെ മാസത്തിൽ എനിക്ക് വിശ്വാസികളോട് പറയാനുള്ളത്, നിങ്ങൾ ഖത്തം തീർക്കുന്നവരാകരുത്, മറിച്ച് നിങ്ങളൊരു വരിയെങ്കിലും പഠിക്കുക. ആ വരി ഉൾക്കൊള്ളുന്ന സൂചനകൾ പഠിക്കുക, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുക, എന്നിട്ട് അത് നൽകുന്ന സൂചനകളിലൂടെ സഞ്ചരിക്കുക. നിങ്ങൾക്ക് പുതിയ ലോകം തുറന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. പുതിയൊരു ലോകം, നിരവധി കിളിവാതിലുകൾ, അടരുകളിൽ നിന്ന് അടരുകളിലേക്കുള്ള യാത്ര. അതാണ് ഖുർആൻ. എല്ലാ വേദങ്ങളും അതെ.
അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരായത്ത് മാത്രമായിരിക്കും പഠിക്കുന്നത്, അത് മതി. അതിലൂടെ നിങ്ങൾ നിങ്ങളെ കണ്ടെത്തും. ആത്മദർശനത്തേക്കാൾ വലിയ ദർശനമില്ല, സ്വയം തിരിച്ചറിയുന്നതിനേക്കാൾ വലിയ അറിവുമില്ല. നമ്മിലേക്ക് എത്തിച്ചേരുകയാണ്, ആത്മത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അന്വേഷിച്ച് ഒടുവിൽ താൻ തന്നെയാണത് എന്ന വലിയ അറിവ്. ഏതൊന്നറിഞ്ഞാലാണോ എല്ലാം അറിയുന്നത്, ആ അറിവാണല്ലോ ഏറ്റവും വലിയ അറിവ്. ആ അറിവിലേക്ക് നമ്മെ നയിക്കും ഖുർആനിലെ ഓരോ വചനവും. ഖുർആൻ ഓതി തീർക്കുകയല്ല, അത് നമ്മെ പറ്റിച്ചതാണ്. പുരോഹിതന്മാർ പറഞ്ഞു പറ്റിക്കുകയാണ് നമ്മെ ഖുർആനിൽ നിന്ന് അകറ്റാൻ. ഖുർആനിൽ നിന്ന് അകറ്റുന്നു എന്നതിനർത്ഥം പ്രപഞ്ചത്തിൽ നിന്ന് അകറ്റുന്നു എന്നാണ്, നമ്മിൽ നിന്ന് അകറ്റുന്നു എന്നാണ്. അങ്ങനെ നമ്മെ ഒരു മതജീവിയാക്കി പുരോഹിതന്മാരുടെ ആജ്ഞാനുവർത്തികളായ ആളുകളാക്കി മാറ്റുന്നതിന് വേണ്ടി അവരുണ്ടാക്കിയ തട്ടിപ്പാണത്. ഖുർആൻ ഓതാനുള്ളതല്ല, ഖുർആൻ കൂലി ആഗ്രഹിച്ച് ഓതാനുള്ളതല്ല. നോക്കിയാൽ തന്നെ കൂലി എന്നാണ്. നോക്കുക എന്ന് പറഞ്ഞാൽ മനനം ചെയ്യുക എന്നാണ്. അതിനെയൊക്കെ ഇവർ തെറ്റായി അർത്ഥം പറയുന്നു. മനനം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഖുർആൻ വായിച്ച് പഠിച്ച് ഗ്രഹിച്ച് അത് നൽകുന്ന ആശയങ്ങളിലൂടെ സഞ്ചരിച്ച് നമുക്ക് പുതിയ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ യോഗ്യതയും അർഹതയുമുള്ളവരായി തീരുക. ഇതാണ് നോമ്പ് നമുക്ക് നൽകേണ്ടുന്ന സമ്മാനം. നോമ്പിൻ്റെ പാഠം അതാണ്. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആനിൻ്റെ മാസം എന്നാണ് ഖുർആൻ ഇതിനെ വിശേഷിപ്പിച്ചത്. എന്ന് വെച്ചാൽ സവിശേഷമായി അത് ഗ്രഹിക്കാൻ നമ്മൾ തയ്യാറെടുക്കേണ്ടുന്ന പ്രതിജ്ഞ എടുക്കേണ്ടുന്ന മാസമാണ്. ഓതി തീർക്കൽ ഖുർആൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ എവിടെയും ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് സുഖമില്ല, ആശുപത്രിയിൽ പോയി, എന്നിട്ട് ആശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടർ മരുന്ന് എഴുതി തന്നു. നിങ്ങൾ ആ മരുന്ന് കുറിപ്പിങ്ങനെ വായിക്കുന്നു, പെരഡോൾ, അതിൻ്റെ മരുന്നിൻ്റെ പേരിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ അസുഖം മാറും. അത് വായിച്ച് അതറിയാവുന്ന ആളുടെ കയ്യിൽ കൊടുത്ത് ഗ്രഹിച്ച് എന്നിട്ട് ആ സാധനം വാങ്ങി അതനുസരിച്ച് ഉപയോഗിച്ചാലേ രോഗം മാറുള്ളൂ. മനുഷ്യൻ്റെ രോഗങ്ങൾക്കുള്ള ചികിത്സയാണിത്. ഏത് രോഗങ്ങൾക്കുള്ള? അജ്ഞത എന്ന രോഗത്തിനുള്ള ചികിത്സയാണിത്. അത് ഓതിയാൽ എങ്ങനെ തീരും? അത് വായിച്ച് ഗ്രഹിച്ചാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഗ്രഹിക്കാൻ, പഠിക്കാൻ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നു. ഈ ലോകത്തെ ഏറ്റവും നികൃഷ്ടമായ ജീവികൾ ആരാണെന്നാണ് ഖുർആൻ പറഞ്ഞത്? ഇന്ന ശർറ ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ. ഈ ലോകത്തെ ഏറ്റവും നികൃഷ്ടരായ ജീവികൾ മനുഷ്യരിൽ പെട്ട ചില ആളുകളാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അവർ ചിന്തിക്കൂല, ഗ്രഹിക്കൂല, പഠിക്കൂല, മനനം ചെയ്യില്ല. അവരാണ് ഏറ്റവും നികൃഷ്ട ജീവികളെന്ന് ഖുർആൻ പറയുന്നുണ്ട്. മോശപ്പെട്ടവർ അവരാണ്. ആ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ, പുരോഹിതന്മാരുടെ കുതന്ത്രങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ, ഖുർആൻ നമുക്ക് കൈമോശം വന്നു പോകാതിരിക്കാൻ ജാഗ്രത കാണിക്കുക. അതാണ് തഖ്വ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്.